എന്താ മേഡം? മോള് എന്തെങ്കിലും കഴിച്ചോ? ഇല്ല മേഡം, ഞാൻ വിളിച്ചിട്ട് വാതില് തുറന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു, മുറി തുറക്കാതെ തന്നെ വേണ്ടാന്നാ പറഞ്ഞത്. കുട്ടികൾ ഇങ്ങനെ നിർബന്ധം കാണിച്ച പിന്നെ എന്ത് ചെയ്യും? ഈ വാശി നല്ലതല്ലെന്ന് നീ അവളോടൊന്നും പറഞ്ഞേക്ക്. എന്നോട് പിണങ്ങിക്കോട്ടെ, പക്ഷെ ആഹാരം കഴിക്കാതിരുന്നാലോ? ഓഫീസിൽ ഇന്നത്തെ മീറ്റിങ്ങിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, വളരെ എമർജൻസിയാ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് അവളുടെ പിണക്കം മാറ്റിയേനെ. മേഡം വിഷമിക്കാതെ പോയിട്ട് വരൂ. കുറച്ചു കഴിയുമ്പോഴേക്കും ഈ വാശിയൊക്കെ പോവും. ഒരുപാട് സമയമൊന്നും വിശപ്പ് സഹിക്കാൻ മോൾക്ക് പറ്റില്ല. അവളുടെ മുറിയില് സ്നാക്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ബിസ്ക്കറ്റ് ഇരിപ്പുണ്ട്, ചിലപ്പോ അത് കഴിച്ചു കാണും. ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് അവളുടെ പിണക്കം മാറ്റണം. മേഡം ധൈര്യമായിട്ട് പോയിക്കോ, മോളെ ഞാൻ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിച്ചോളാം. ഇപ്പോഴത്തെ ഈ വാശി കൊണ്ടാ, അല്ലായിരുന്നെങ്കി ഞാൻ പറഞ്ഞ മോള് കേക്കും. എന്നോട് അവളുടെ വാശി. എല്ലാവരുടെയും മുമ്പിൽ അവക്ക് വേണ്ടി വേഷം കെട്ടി നാണം കിട്ടത് ഞാനാ. എന്നിട്ടും കൊച്ചുകുട്ടിയല്ലേ മേഡം? 8 വയസ്സുള്ളൊരു കുട്ടി അത്രയ്ക്ക് ചെറിയ കുട്ടിയൊന്നും അല്ല. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രായം അവക്കായി. ആ ശാന്തി, ആ എന്തുണ്ട്? കുറച്ച് നാളായല്ലോ നിന്റെ കോള് വന്നിട്ട്. ഓ, സ്കൂളിലെ കാര്യം നീയും അറിഞ്ഞോ? അതോ, അത് ഒരു ഫാദേഴ്സ് ഡേ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഇത്രയും നാളത്തെ ഗ്യാപ്പിന് ശേഷം നീ എന്നെ വിളിച്ചത് ഇതന്വേഷിക്കാനാണോ? അവൾ എന്റെ മോളാ, അവക്ക് അച്ഛനും അമ്മയും ഞാൻ മാത്ര. നീയേ മറ്റൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. എല്ലാവർക്കും അറിയേണ്ടത് സ്കൂളിൽ അവന്തിക അച്ഛന്റെ വേഷം കെട്ടി നാണം കിട്ടതിനെ കുറിച്ചാ. എന്റെ മോൾ അനാഥയാണെന്ന് വിളിച്ചു പറഞ്ഞതിനെ കുറിച്ച്. ഇന്നലെ വരെ ഞാൻ കെട്ടിപ്പൊക്കിയ എല്ലാ അഭിമാനവും അവള് തകർത്തു കളഞ്ഞു. അവളെന്നെ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോൽക്കില്ലെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. അവള് കാരണ ഇതുപോലെ ഓരോരുത്തര് ഫോണിൽ വിളിച്ചെന്നെ പരിഹസിക്കുന്നത്. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവൾ എന്റെ മാത്രം മോളാ. മോളുടെ പിണക്കം ഞാൻ മാറ്റിക്കോളാം, ഫുഡും കഴിപ്പിച്ചോളാം. മേഡം ധൈര്യമായിട്ട് പോയിട്ട് വാ.